സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള ദയാധനം സ്വരൂപിക്കാൻ കാൽനട യാത്ര നടത്തുകയാണ് ജീവകാരുണ്യ പ്രവർത്തകനായ ജിൻഷാദ് കല്ലൂർ. തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് വരെയാണ് യാത്ര. ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെയാണ് ജിൻഷാദ് യാത്ര ചെയ്യുന്നത്. 34 കോടി രൂപയാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ആവശ്യമുള്ളത്. ഈ തുക കണ്ടെത്താൻ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി പൊരുതുന്നതിന് ഇടയിലാണ് ജിൻഷാദും ഇതിനായി കൈകോർക്കുന്നത്. മലപ്പുറം ജില്ല കടന്ന യാത്ര കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് ലക്ഷ്യം കൈവരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജിൻഷാദ്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെയാണ് ദേശീയപാതയിലൂടെയുള്ള ജിൻഷാദിന്റെ യാത്ര. രാവും പകലും ഇല്ലാതെയുള്ള യാത്രയിൽ പാതയോരത്തെ ആരാധനാലയങ്ങളുടെ മുറ്റത്ത് തങ്ങിയുള്ള അല്പനേരത്തെ വിശ്രമം മാത്രമാണ് ജിൻഷാദ് എടുക്കുന്നത്. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ജീവിതങ്ങൾക്ക് താങ്ങായി മാറിയ കല്ലൂർ സ്വദേശിയായ ജിൻഷാദിന്റെ കാൽനട യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി കുടുംബവുമുണ്ട്. നമ്മൾ ഈ മാസം 5-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ യാത്ര തുടങ്ങി. കാസർഗോഡ് വരെയാണ് നമ്മുടെ യാത്ര. 2,40,000 രൂപ അവർ എന്തെങ്കിലും നടക്കുന്നുണ്ടപ്പോൾ തൃശ്ശൂരുള്ളൊരു സ്വദേശി തിരുവനന്തപുരത്ത് നിന്ന് നടന്ന് കാസർഗോഡ് പോകുമ്പോൾ അത്രയ്ക്കും ഒരു എന്താ പറയുക കാര്യമായൊരു പ്രശ്നത്തിലുള്ള ഒരു കുടുംബമാണെന്ന് പറഞ്ഞാൽ 2,40,000 രൂപയാണ് അവർ ഈ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊണ്ട്. നമ്മളൊരാളുടെ ഇത് പൈസ കാശ് വാങ്ങണില്ല. അതിന് വിദ്യയാണ് ഈ 16-ാം തീയതി തൂക്കിലേറ്റെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ നമ്മളെ യൂസഫ് അലി അതുപോലെ തന്നെ മറ്റുള്ള വ്യവസായികളൊക്കെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 34 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോംപ്രമൈസ് ചെയ്യാതെ 16-ാം തീയതിക്കുള്ളിൽ 34 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ കുടുംബം ഇപ്പോൾ ഒരു ഒത്തുതീർപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ 16-ാം തീയതിക്കുള്ളിൽ അദ്ദേഹത്തിന് 34 കോടി അടയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടും. 18 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി തുക കൈമാറേണ്ട അവസാന തീയതി ഈ മാസം 15-ആണ്. ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ തുക കണ്ടെത്താനായി മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ ജിൻഷാദിന്റെ പദയാത്രയും തുണയാകുമെന്ന പ്രതീക്ഷയിലാണ്. മീഡിയ ടൈം, തൃശൂർ.